ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉച്ചസ്ഥായിയിലേക്ക് നീങ്ങുകയാണ്. അവിടെ നിറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്നിപ്പോൾ എൻഡിഎയുടെ പ്രകടന പത്രിക പുറത്തു വന്നിരിക്കുകയാണ്. പുറംചട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് ഒരു പ്രകടന പത്രിക എൻഡിഎ പുറത്തിറക്കുന്നത്. നമുക്കറിയാം, ബീഹാറിനെ സംബന്ധിച്ച് എൻഡിഎയോടുള്ള മഹാസഖ്യത്തിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന ചോദ്യം നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നതാണ്. അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഇക്കുറി നിതീഷ് ആയിരിക്കില്ല എന്നതാണ് ഇന്ത്യ സഖ്യം പറയുന്നത്. അപ്പോൾ അവിടെ മോദിയുടെ ചിത്രത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രിക വരുമ്പോൾ എന്താണ് അത് നൽകുന്ന സന്ദേശം എന്ന ചർച്ചകൾ കൂടുതൽ സജീവമാക്കിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. ഇനി പ്രകടന പത്രികയിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്ന് നോക്കിയാൽ 1 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നതാണ് ഈ പ്രകടന പത്രിക പറയുന്നത്. നമുക്കറിയാം, എല്ലാ കുടുംബത്തിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്ന്. അവിടെയാണ് ഈ 1 കോടി തൊഴിലവസരങ്ങൾ എന്ന വാഗ്ദാനം പ്രകടന പത്രിക എൻഡിഎയുടെ പ്രകടന പത്രിക നൽകുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ ഒരുമിച്ച് നിർത്തി ഒരു ഐക്യ കാഹളം ആയിരുന്നു ഇന്നത്തെ ഈ പ്രകടന പത്രികയുടെ ചടങ്ങിൽ നടന്നത്. പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിൽ നടന്നത്. മോദിയുടെ ചിത്രത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള പ്രകടന പത്രികയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. മറ്റു വാഗ്ദാനങ്ങൾ കർഷകർക്കുള്ള ധനസഹായം 9,000 രൂപയാക്കി ഉയർത്തുമെന്നതാണ്. കേന്ദ്രം നൽകുന്ന 6,000 രൂപയ്ക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ 3,000 കൂടി ചേർത്തുകൊണ്ടാണ് ആ സഹായം 9,000 രൂപയായി ഉയർത്തുമെന്ന് പ്രകടന പത്രിക പറയുന്നത്. സ്ത്രീകൾക്ക് 2 ലക്ഷം രൂപ വരെ സംരംഭത്തിന് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രകടന പത്രിക പ്രകാരം സ്ത്രീകളെ ലക്ഷ്യമിടുന്ന പല പ്രഖ്യാപനങ്ങളും ഇതിനോടകം വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ 2 ലക്ഷം രൂപ വരെ സഹായം എന്നത് വരുന്നു. IT പാർക്കുകൾ, വ്യവസായ പാർക്കുകൾ തുടങ്ങും. എല്ലാ ജില്ലകളിലും യുവാക്കളുടെ പരിശീലനത്തിന് നൈപുണ്യ കേന്ദ്രങ്ങൾ എന്ന ഒരു പ്രഖ്യാപനം കൂടിയുണ്ട്. മാത്രവുമല്ല, മത്സ്യത്തൊഴിലാളികൾക്ക്, കർഷക തൊഴിലാളികൾക്കും ഉള്ള ആനുകൂല്യങ്ങൾ കൂടി പ്രഖ്യാപിക്കുന്നു. മത്സ്യ കർഷകർക്കുള്ള സഹായം ഇരട്ടിയാക്കിയിരിക്കുകയാണ്. 9,000 രൂപയാക്കി ഉയർത്തുമെന്നതാണ് ഈ പ്രകടന പത്രികയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം. അതിപിന്നാക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് 10 ലക്ഷം വരെ സഹായവും പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രകടന പത്രിക പുറത്തിറങ്ങുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇപ്പോൾ ഈ പുറം ചട്ടയിലെ മോദിയുടെ പടം വലിയ പ്രാമുഖ്യത്തിൽ നൽകിയിരിക്കുന്നതാണ്. ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊരു ചോദ്യം നമ്മൾ അവിടെ ബീഹാറിൽ ഉയർന്നു കേൾക്കുന്നത് കാണാം. ഇന്ത്യ മുന്നണി അത്തരം പ്രചരണങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നിട്ടുണ്ട്. തേജസ്വി എപ്പോഴും നിതീഷിനെ കടന്നാക്രമിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. BJP നേതാക്കൾ എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവിടെ നിതീഷിന്റെ അവസാന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന കാര്യം തേജസ്വി ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റാളുകൾ വരും എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ഇത് ഇന്ത്യ മുന്നണി ഒരു പ്രധാനപ്പെട്ട ആയുധമാക്കുമ്പോൾ തന്നെയാണ് പ്രകടന പത്രികയിൽ മോദിയുടെ വലിയ ചിത്രം വെച്ചുകൊണ്ട് ഉള്ള പ്രകടന പത്രികയുടെ പുറം ചട്ട തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കൂടി കാണണം. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും ഈ മോദിയുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെത്തി നടത്തിയ റാലികളും അതിൽ പറഞ്ഞ കാര്യങ്ങളും തന്നെയാണ് പ്രധാനമായും ചർച്ചാ വിഷയമാകുന്നത്. ഈ പ്രചരണത്തിലുടനീളം മോദിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയും മറ്റും നൽകിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണിയും മുന്നോട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട ഏറ്റുമുട്ടൽ ഈ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അവിടെയാണ് ഇന്ന് ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ പ്രചരണത്തിനായി എത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രി ഉയർത്തിയ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രധാനമന്ത്രിക്ക് നൽകുന്നത്. ബീഹാറിൽ നിന്നുള്ളവരെ തമിഴ്നാട്ടിൽ ഉപദ്രവിക്കുന്നു എന്നായിരുന്നു മോദി നടത്തിയ പ്രസംഗത്തിലെ ആരോപണം. ഈ ആരോപണത്തിനാണ് MK സ്റ്റാലിൻ ശക്തമായ ഭാഷയിൽ മറുപടി നൽകുന്നത്. ഛഠ് പൂജയെ കോൺഗ്രസ് അപമാനിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളും ഈ റാലിയിൽ നരേന്ദ്രമോദി നടത്തിയിരുന്നു. അതിനും ഉള്ള മറുപടി നൽകുന്നു. അങ്ങനെ ഈ മോദി പറഞ്ഞ കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ബീഹാറിൽ ഏറ്റവും കൂടുതൽ ശക്തമായി നിൽക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മോദിയോട് ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്, പ്രധാനമന്ത്രി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, മുഴുവൻ ഇന്ത്യയുടെയും പ്രധാനമന്ത്രിയാണ് എന്ന കാര്യം ഓർക്കണം. അക്കാര്യം താങ്കളെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നതിൽ തനിക്ക് വേദനയുണ്ട് എന്നതാണ് MK സ്റ്റാലിൻ പറഞ്ഞത്. വോട്ടിനു വേണ്ടി ഒഡീഷയിലും ബീഹാറിലും തമിഴ്നാടിനെ കുറിച്ച് വെറുപ്പ് പ്രചരിപ്പിക്കുന്നു മോദി എന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. BJPക്ക് തമിഴരോടുള്ള വെറുപ്പിനെ അപലപിക്കുന്നു. ജനക്ഷേമത്തിൽ ആകണം മോദി ശ്രദ്ധിക്കേണ്ടത്. മോദിയുടെ പ്രസംഗത്തിന്റെ വീഡിയോ
ഉൾപ്പെടെ പുറത്ത് വിട്ടുകൊണ്ടാണ് MK സ്റ്റാലിൻ ഇക്കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പോൾ മോദിക്കുള്ള അതിരൂക്ഷമായ വിമർശനം ആണ് MK സ്റ്റാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ബീഹാറിലെ മുസഫർപൂരിലാണ് നരേന്ദ്രമോദി കോൺഗ്രസ് RJD സഖ്യം ഛഠ് പൂജയെ അപമാനിച്ചു എന്നൊരു ആരോപണം നടത്തുന്നത്. അതിനെതിരെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ശക്തമായ ഭാഷയിൽ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. വോട്ടിന് വേണ്ടിയാണ് മോദി ഛഠ് പൂജ നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു. വോട്ട് കിട്ടാനാണെങ്കിൽ മോദി വേണമെങ്കിൽ ഡാൻസ് കളിക്കും എന്ന കാര്യം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം കൂടി രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോദി എന്ത് പറയുന്നോ അതിലൂന്നി അവർ അതിന് ചുട്ട മറുപടി നൽകിക്കൊണ്ടാണ് ഇന്ത്യ സഖ്യവും അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കളം പിടിക്കുന്നത്. രാജ്യത്തിന്റെ ആകെ ആഘോഷമായി ഛഠ് പൂജയെ അപമാനിച്ചവർക്ക് വോട്ടിലൂടെ ജനം മറുപടി നൽകുമെന്നാണ് ഇതിന് മോദി പറഞ്ഞത്. ബീഹാറിലെ ഇത്തവണത്തെ വാർത്ത കോൺഗ്രസിനും RJDക്കും ഇടയിലെ ഭിന്നതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാക്കുകൾ കൊണ്ടുള്ള ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പ്രധാന വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തുന്ന വാദഗതികളുമായി മാറുന്നു. നമുക്കറിയാം, എല്ലാ പ്രാദേശികമായി നടക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും പ്രധാനമന്ത്രിയെ കളത്തിലിറക്കിയാണ് NDA തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൊഴുപ്പിക്കുന്നത്. അത് മോദിയും പ്രാദേശിക സഖ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന നിലയിലേക്ക് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെയും ബീഹാറിലും മോദി തന്നെയാണ് NDA പ്രചരണം നയിക്കുന്നത്. ഇപ്പോൾ പ്രകടന പത്രികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രത്തിന് പ്രാമുഖ്യം നൽകി പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ മോദി നേരിട്ട് കളത്തിലിറങ്ങി മോദിയുമായുള്ള ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന നിലയിൽ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് രംഗം ആകെ മാറുന്നത്. ഈ പ്രധാനമന്ത്രി പറഞ്ഞതുൾപ്പെടെയുള്ള വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായ മറുപടി നൽകി ഇന്ത്യ സഖ്യവും മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് 6-നും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് 11-നും ഫലപ്രഖ്യാപനം 14-നും നടക്കാനിരിക്കുകയാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. നിതീഷ് കുമാർ ആകുമോ തെരഞ്ഞെടുപ്പിന് ശേഷം ജയിക്കുകയാണെങ്കിൽ NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ സംശയങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും NDA ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിലും യാതൊരു പരാമർശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ആവർത്തിച്ച് ഇന്ത്യ മുന്നണി ഉയർത്തുന്ന ചോദ്യത്തിൽ സസ്പെൻസ് നിലനിർത്തി തന്നെയാണ് NDA ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് നിതീഷിനേക്കാൾ പ്രാമുഖ്യത്തോടു കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം തന്നെ പ്രാമുഖ്യം നൽകിക്കൊണ്ട് പ്രകടന പത്രിക പുറത്തിറങ്ങുന്നത്. അത് ചില സൂചനകളാണ് എന്നുകൂടി കരുതണം.